ഹലോ, ഇസ്മി അജീഷ്. അങ്ങനെ ഒരു പടം കണ്ടിരിക്കുകയാണ്, സീബ്ര. അപ്പൊ ഇത് ഒരു മൂവി റിവ്യൂ, അതോടൊപ്പം ഒരു മൂവി സജഷൻ കൂടിയാണ്. ഇതൊരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി ഗംഭീരമായ ഒരു പടം, ഗംഭീരമാണ്. നിങ്ങൾക്കെല്ലാം ഈ ലക്കി ഭാസ്കർ ഇഷ്ടമായവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ലക്കി ഭാസ്കർ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്കാം ത്രില്ലറാണ് ഈ പടം. ഒരു പൊളി സാധനം, അടിപൊളിയായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് വൈസ് ഉണ്ടല്ലോ പടം ഭയങ്കര എൻഗേജിങ് ആണ്. സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ഒരേ പൊളി. ഇത് ഞാനിത് വെറുതെ ഒറ്റിട്ട് കിടക്കുന്നുണ്ട്, അങ്ങനെ എടുത്ത് കണ്ടുപോക്കിയ ഒരു പടം. ഇത് റിലീസായപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, പോസ്റ്ററൊക്കെ ഒടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഈ പടം ഈ ഒരു ജോണർ, ഈ ഒരു ടൈപ്പ് പടമാണ്, ഒന്നും അറിയത്തില്ല. ഞാൻ മൈൻഡ് പോലും ചെയ്യാതിരുന്നത്. ഇത് ഒറ്റിട്ട് കിടക്കുന്നുണ്ടോന്ന് എടുത്ത് കണ്ടുപോക്കിയതാണ്. പടം അങ്ങോട്ട് തുടങ്ങി, സ്റ്റാർട്ടിങ് ടു അപ്പൊ തന്നെ പടം കണ്ടു തുടങ്ങിയ ആ സ്റ്റാർട്ടിങ് സീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പണി അറിയാം, പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു ഐറ്റം ആണെന്ന്. ആ ഒരു സാധനം നമ്മൾ ചില പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു സംഭവം പടം കണ്ട ആദ്യത്തെ 5 മിനിറ്റ് തന്നെ പിടികിട്ടി. അങ്ങനെ ഇരുന്ന് കണ്ടു തുടങ്ങി. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല എൻഗേജിങ് ആയിരുന്നു. ത്രൂ ഔട്ട് ഒരു സ്ഥലത്ത് പോലും ബോറടിപ്പിക്കാതെ നെക്സ്റ്റ് എന്താവും എന്നുള്ള ആ ത്രില്ലിൽ സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ അതുപോലെ കൊണ്ടുപോയി ഒരു ഗംഭീര സാധനം. പിന്നെ ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ലക്കി ഭാസ്കർ വെച്ച് നോക്കണേ, അതിന്റെയും ഇതിന്റെയും കഥയായിട്ട് ഒരു ബന്ധമില്ല. ആകെ ബാങ്കിൽ നടക്കുന്ന അതിൽ ലക്കി ഭാസ്കറിലും ഹീറോ ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഇതിലും അതുപോലെ തന്നെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. അപ്പൊ ആ ഒരു സാധാരണ എംപ്ലോയി. അപ്പൊ പുള്ളിക്ക് ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ലൂപ്പ് ഹോൾസ് യൂസ് ചെയ്ത് കുറച്ച് സ്കാം ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് പടം പോകുന്നത്. എന്താണെന്നൊന്നും ഞാൻ പടത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം ഒന്നും അറിയാതെ വേണം ഇത് കാണാൻ. എന്നാലേ ആ ഒരു ത്രില്ല്, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം കിട്ടത്തുള്ളൂ. ഞാൻ ഒന്നും അറിയാതെ കണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിലെ നായകൻ ഈ ലെവലാണെങ്കിൽ വില്ലൻ അതുക്കും മേലെ നമ്മൾ പറയില്ല, അതുപോലത്തെ ഒരു സാധനം. വില്ലന്റെ ഒക്കെ ഒരു സ്ക്രീൻ പ്രസൻസും പുള്ളി വന്ന് ചെയ്യുമ്പോഴത്തേക്കുള്ള ഓരോ സീനും ഉണ്ട്. ഈ നായകനിട്ടൊരു ഓപ്പോസിറ്റ് നിന്നിട്ട് കൊടുക്കുന്ന പരിപാടിയൊക്കെ വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ എല്ലാം വെട്ടും കുത്തും അങ്ങനത്തെ പരിപാടി അല്ല ഇതിലെ വില്ലത്ര കാണിക്കുന്നത്. വേറെ ലെവൽ പവർഫുൾ വില്ലൻ എന്നൊക്കെ ഓരോ പടത്തിൽ കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് ഒന്നും ചിലപ്പോൾ കിട്ടാറില്ല. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, അത് പെടപ്പിച്ച് വെച്ചിട്ടുണ്ട്. പോളി വില്ലൻ. നായകനേക്കാൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നായകനേക്കാളും ഉപരി വില്ലനായിട്ട് ഫീൽ ചെയ്യാം. അതുപോലത്തെ വില്ലത്തരമായിരുന്നു ഇതിൽ വില്ലൻ കാണിച്ചു വെച്ചേക്കുന്നത്. നായകനും അടിപൊളിയാണ്, നല്ല കിടില ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു നായകൻ. നായിക എല്ലാവർക്കും പരിചയമുള്ള തന്നെ, ഒരുപാട് തമിഴ് സിനിമയിലും എല്ലാം ഉണ്ട്. ആക്ച്വലി ഒരു തെലുങ്ക് പടമാണ്. അപ്പൊ അതിന്റെ മൾട്ടി ലാംഗ്വേജ് എല്ലാം OTT അവൈലബിൾ ആണ്. ഞാൻ തമിഴിലാണ് കണ്ടത്. അപ്പം കണ്ടു നോക്കുക, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഒരു മസ്റ്റ് വാച്ച് പടം തന്നെയാണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒരു കിടിലം പടം, സീബ്ര. 100% സാറ്റിസ്ഫൈഡ്.